മലയാളികളുടെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് പുട്ട്. പുട്ടും കടലയും പുട്ടും മുട്ട റോസ്റ്റും ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. പുട്ട് തന്നെ നമ്മൾ പലതരത്തിലുണ്ടാക്കും. അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കും, ഗോതമ്പ് വെച്ചിട്ടുണ്ടാക്കും, റാഗി വെച്ചിട്ടുണ്ടാക്കും. ഇന്ന് ഓട്സ് വെച്ചിട്ടുള്ളൊരു പുട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഓട്സ് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് ഓട്സ് പുട്ട്. അപ്പോൾ ഓട്സ് പുട്ട് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് 2 കപ്പ് ഓട്സ് ആണ്. അപ്പോൾ ഓട്സ് പൊടിച്ചിട്ട് നനയ്ക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് നനച്ച ശേഷം പൊടിക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനിടാം. ഞാൻ ഇടുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്യാം. 1/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചേക്കുന്നത് ഗ്രാജുവലി ആഡ് ചെയ്യാം. ഓട്സ് ആദ്യം പൊടിച്ച ശേഷം ഇതേപോലെ ചെയ്യാം, നനയ്ക്കാം. 1/4 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഞാൻ ചേർത്തു. ഇത് ആവശ്യത്തിന് നനഞ്ഞോ നോക്കുന്നത് ഞാൻ ഇങ്ങനെ ഒന്ന് പിടിച്ചെടുക്കും. അതങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നനവായിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്തു. ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. സമയമില്ല എങ്കിൽ 10 മിനിറ്റ് വെക്കണമെന്നൊന്നുമില്ല. ഉടനെ ചെയ്താലും ഒരു പ്രോബ്ലം ഇല്ല. വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ മയം കിട്ടും. അപ്പം മിക്സിയിൽ അടിക്കുമ്പോൾ പൾസ് ചെയ്ത് എടുക്കാം. ചെറുതായിട്ടൊന്ന് അടിച്ചടിച്ചെടുക്കുക. പൾസ് ചെയ്തിങ്ങനെ പൊടിയായിട്ടെടുത്തു. ഈ ബോളിലേക്ക് എടുക്കാം. നമ്മൾ നനച്ചെടുത്തു. മിക്സ് ചെയ്യാനുള്ള സമയത്ത് ഞാൻ ഒരു വലിയ ബോളിലേക്ക് തന്നെ ഇടുകയാണ്. നമ്മൾ ഓട്സ് ആദ്യം നനച്ച ബോളിലേക്ക് തന്നെ മാറ്റി. ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയുടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ രുചിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പുട്ടിനകത്ത് നന്നായിട്ട് തേങ്ങ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ഇതിനകത്തേക്ക് ഇടാം. ഉപ്പ് ഒരു പാകത്തിന് ഉപ്പേ ഉള്ളൂ. ഇച്ചിരി പൊടിക്ക് കുറവായിരിക്കും ഉപ്പ്. നമ്മളൊരു ഹെൽത്തിയർ ഓപ്ഷനൂടെ ആയതുകൊണ്ട് ഉപ്പും ഇച്ചിരി കുറച്ചാണ് ഇട്ടേക്കുന്നത്. മിക്സിയിലിട്ട് വല്ലാണ്ട് അരഞ്ഞു കഴിഞ്ഞാൽ അത് നനവ് കൂടിയിട്ടൊരു കട്ട പോലെ ആവും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പൾസ് ചെയ്തെടുക്കുക. കുറേശ്ശെ മാത്രമേ ഇടുക. അടുത്തായിട്ട് നമുക്കിത് ആവി കയറ്റാം. പുട്ടുണ്ടാക്കാനായിട്ട് ഈ പുട്ടുകുടത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. പുട്ട് കുറ്റിയിൽ ആദ്യം ഇതേപോലെ ഒരു ചില്ലിടുക. ആദ്യം കുറച്ച് തേങ്ങ, നമ്മൾ നനച്ച് വെച്ചേക്കുന്ന ഓട്സിൻ്റെ മിക്സ്ചർ, കുറച്ച് തേങ്ങയോടെ ഇടാം. എനിക്ക് അരിപ്പുട്ടിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഓട്സ് പുട്ട്. നല്ല ടേസ്റ്റിയാണ്. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. കുറച്ച് തേങ്ങ ഇടാം. തേങ്ങ അധികം കഴിക്കാത്തവർ ഇത്രയും തേങ്ങ ഇടണം എന്നില്ല. തേങ്ങ ഇടുന്ന രുചിയാണ്. പുട്ടിന് എപ്പോഴും തേങ്ങ നല്ല ടേസ്റ്റിയാണ്. നന്നായിട്ട് ആവി വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം.
നന്നായിട്ട് ആവി വന്നു. ആവി ഒന്ന് കുറച്ച് നേരം വെക്കുക, ഒരു 5 മിനിറ്റ് വെക്കുക, അതിന് ശേഷം എടുക്കുക. ബാക്കിയുള്ളത് വെച്ചിട്ട് ഇതുപോലെ പുട്ടുണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ ഓട്സ് പുട്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ 1/4 കപ്പ് വെള്ളം ചേർത്തെങ്കിലും ചില സമയത്ത് നമുക്ക് കുറച്ച് കൂടുതലൊക്കെ വരാം, 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ വരാം. എപ്പോഴും ആ നനച്ച ശേഷം കൈ വെച്ച് നന്നായിട്ട് പിടിച്ച് നോക്കുക, എന്നിട്ട് മാത്രം ഉണ്ടാക്കുക. അപ്പോൾ നല്ല മായം കിട്ടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്. ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.